തോഷ് എന്ന് പറയുന്ന വില്ലേജിൻ്റെ ഏറ്റവും എൻട്രി ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ എൻട്രി ഭാഗത്ത് തന്നെ മനോഹരമായൊരു കാഴ്ചയാണ് ഞങ്ങൾ കാത്തിരുന്നത്. ഒരു മഞ്ഞുമല. ആ മഞ്ഞുമലയാണ് ഏറ്റവും ആദ്യത്തെ ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. തോഷ് എന്ന് പറയുന്ന ഒരു വില്ലേജ് ഏരിയ ആണ്. ആ വില്ലേജ് ഏരിയയിലേക്ക് നടന്ന് ആ ഭാഗത്തേക്ക് ചെല്ലണം. ഏതാനും വീടുകളും ഏതാനും ആളുകളും ഈ ഒരു മലയോര ഭാഗത്ത് താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് തോഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ തോഷ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നല്ലൊരു കാഴ്ചയാണ് പ്രകൃതി എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു സുദിനം തന്നെയാണ്. 2024 മെയ് മാസമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിലുള്ള സന്തോഷവും നന്ദിയും എനിക്കുണ്ട്. മനോഹരമായ കാഴ്ചകളാണ് എന്നെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. വെയിറ്റ് ആൻഡ് സീ. നമുക്ക് വീണ്ടും കാണാം. ഡൽഹിയിൽ നിന്ന് കസോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തലേ ദിവസം രാത്രി ബസ്സിൽ യാത്ര ചെയ്ത് ഞങ്ങൾ എത്തിച്ചേർന്നതാണ്. അതേ തുടർന്ന് പിന്നീട് രാവിലെ ഫ്രഷപ്പായി 9 മണിക്ക് ഞങ്ങൾ ആരംഭിച്ച യാത്ര ഏകദേശം 1 മണിക്കൂർ ദൈർഘ്യം എടുത്തു ഈ ഒരു ഭാഗത്ത് എത്തിച്ചേരുവാൻ. ഇവിടെ വന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് തോഷ് വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്ന ഉദ്ദേശം തന്നെയാണ്. കസോൾ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നിലകൊള്ളുന്ന ഒരു വില്ലേജ് എക്സ്പീരിയൻസ് ആണ് ഈ ഭാഗത്ത് എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്ക് ലഭ്യമാകുന്നത്. കസോൾ എന്ന് പറയുന്ന പ്രധാന സിറ്റി കേന്ദ്രത്തിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി 20 കിലോമീറ്ററാണ് ഉള്ളതെങ്കിൽ പോലും റോഡ് വളരെയധികം മോശമായതുകൊണ്ടും ഇടുങ്ങിയ റോഡായതുകൊണ്ടും നമുക്ക് ഇവിടെ എത്തിച്ചേരുവാൻ മിനിമം 1 മണിക്കൂർ ദൈർഘ്യം നമുക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഞങ്ങളുടെ ക്രമീകരണങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയത്. ഈ തോഷ് എന്ന് പറയുന്ന വില്ലേജിൻ്റെ ഈ ഭാഗത്ത് എത്തിച്ചേരുവാൻ ഈ 20 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വില്ലേജിൻ്റെ എൻട്രി ഭാഗത്ത് തന്നെ ധാരാളം കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങളെപ്പോലെ തന്നെ ഈ തോഷ് വില്ലേജ് ഒന്ന് കാണുവാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികളാണ്. അവരുടെ കാറുകളാണ് ഈ ഒരു എൻട്രി ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. ആ ഒരു ഭാഗം വരെ കാറുകൾ എത്തിച്ചേരുകയുള്ളൂ. അതിനുശേഷം നമ്മൾ നടന്ന് ഒരു പാലം കടന്ന് വേണം ഈ ഒരു വില്ലേജിലേക്ക് കടന്ന് ചെല്ലുവാനായിട്ട്. ഹിമാചൽ പ്രദേശിലെ തോഷ് എന്ന് പറയുന്ന വില്ലേജ് അധികം ദൈർഘ്യമില്ലാതെ നടന്ന് കാണുവാൻ പറ്റിയ ഒരു വില്ലേജാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വിനോദസഞ്ചാരികൾ ഈ ഒരു സ്ഥലം തേടി എത്താറുണ്ട്. ഇതിനു വേണ്ടി ഞങ്ങൾക്ക് മുടക്കേണ്ടി വന്നത് 2000 രൂപയാണ് ടാക്സി ചാർജായിട്ട് അവർ ഈടാക്കിയത്. എൻട്രി ഭാഗത്ത് തന്നെ നല്ലൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണുവാൻ സാധിക്കും. ചെങ്കുത്തായ ഒരു സ്ഥലത്തുകൂടിയാണ് നമുക്ക് നടന്നു നീങ്ങേണ്ടത്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം, അത് ഞാൻ സൂം ചെയ്ത് എൻ്റെ ക്യാമറയിൽ പകർത്തുകയായിരുന്നു. അവിടെ കാണുന്ന ആ ഒരു വില്ലേജിലേക്കാണ് നമുക്ക് കടന്നു പോകുവാനുള്ളത്. വഴി വീതി കുറവുള്ളത്. സൈഡ് ഭാഗത്താണെങ്കിൽ വിശാലമായ ഇതുപോലെയുള്ള കൊക്ക നിറഞ്ഞ മലയോര പ്രദേശം. ഈ ഒരു ഭാഗത്തുകൂടിയാണ് ഞങ്ങൾ കടന്നു പോകേണ്ടത്. എൻട്രി ഭാഗത്തുള്ള ഈ മനോഹരമായ കാഴ്ചകൾ മുഴുവനും എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കുവാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ഞാനായിരുന്നത്. ഈ ഭാഗം കണ്ടതിന് ശേഷം മുന്നോട്ടുള്ള ഈ ഒരു വഴിയിലൂടെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. റോഡാണെങ്കിൽ ടാർ ചെയ്തിട്ടില്ല. വഴിയാണെങ്കിൽ ഏറെ വീതി കുറഞ്ഞതും. തോഷ് വില്ലേജ് കാണുവാൻ വേണ്ടി ഞങ്ങൾ നടന്നു നീങ്ങുകയാണ്. തോഷ് വില്ലേജിൻ്റെ ആരംഭഘട്ടത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് മനോഹരമായ വീടുകളൊക്കെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടും അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യത്തോടു കൂടിയ വീടുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. പ്രമുഖരായ പ്രധാന വ്യവസായികളായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ഭാഗത്തെ റിസോർട്ടുകളെല്ലാം തീർത്തിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തോഷ് വില്ലേജിലെ ആളുകൾ ഈ ഒരു ഭാഗത്തല്ല താമസമാക്കുന്നത്. മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ മാത്രമാണ് അവരുടെ ജീവിത രീതിയെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് കാണുവാൻ സാധിക്കുക. കുറച്ച് നടന്നു നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഹോളി പ്ലേസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മുകളിലേക്കൊന്ന് കയറി കാണാം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ
ഈ ഒരു നാട്ടുകാരി, വില്ലേജിലെ ഒരു സ്ത്രീ ഞങ്ങളെ തടയുകയുണ്ടായി. ആ ഒരു ഭാഗത്തേക്ക് പുറത്തുനിന്ന് വന്നിരിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യമാണ് ഞങ്ങളെ അറിയിച്ചത്. പക്ഷേ എന്തുകൊണ്ട് അവിടെ ഹോളി പ്ലേസ് എന്ന് എഴുതി വച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവിടെ മുകളിലേക്ക് സ്റ്റെപ്പുകളിട്ട് ഒരു മരത്തിന് ചുവട്ടിലായിട്ട് ഒരു പ്രതിഷ്ഠ അവർ നടത്തുന്നുണ്ട്. പ്രധാന ദിവസങ്ങളിൽ മാത്രം ആ ഒരു പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ ആഘോഷകരമായ രീതിയിലുള്ള പൂജാ കർമ്മങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ആ ഒരു ഭാഗത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെയുള്ള വില്ലേജ് വാസികൾ എങ്ങനെയാണ് താമസിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കിക്കൊണ്ട് എൻ്റെ ക്യാമറ കണ്ണുകൾ ചലിക്കുകയായിരുന്നു. മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന മലയോര പ്രദേശം, അവിടെ നിന്നുള്ള തണുത്ത കാറ്റും കാര്യങ്ങളുമൊക്കെയായിട്ട് ഈ ഗ്രാമവാസികൾ എങ്ങനെ ഇവിടെ കഴിഞ്ഞുകൂടുന്നു എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. വായു സഞ്ചാരം അല്പം മാത്രമുള്ള വീടുകളാണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. വീടുകളാണെങ്കിൽ പൂർണ്ണമായിട്ടും തടികളാൽ തീർത്തിരിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തെ വീടുകളിൽ നിന്ന് മുഴുവനും എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. വില്ലേജിൻ്റെ അവസാനത്തെ വീടും എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു തിരികെയുള്ള യാത്ര ഞങ്ങൾ നടത്തുന്നത്. ഈ ഒരു ഭാഗത്ത് ഏതാനും വീടുകൾ മാത്രമേ ഉള്ളൂ എന്നും ധാരാളം ആളുകൾ താഴേക്ക് സൗകര്യാർത്ഥം ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ വില്ലേജ് വാസികളിൽ നിന്ന്, ഗ്രാമവാസികളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. കസോൾ എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും ചെറിയ വില്ലേജായിട്ട് ഇന്ന് ഇത് മാറിയിരിക്കുകയാണ്. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത്, ആധുനിക ലോകത്തിലെ സൗകര്യങ്ങൾ തേടി ഓരോരുത്തരും അവരുടെ സമ്പാദ്യം കൂട്ടിപ്പിടിച്ചുകൊണ്ട് സിറ്റികളിലേക്ക് താമസം മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഭാഗത്തെ ഗ്രാമവാസികളുടെ എണ്ണം നന്നേ കുറയുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഏറെ കാലത്ത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു തോഷ് എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിലെ ഈ ഒരു ഭാഗം കാണണം എന്നുള്ളത്. വലിയ സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങുന്നത്.